അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ചില ദിവസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില പ്രദേശങ്ങൾക്കൊക്കെ അള്ളാഹു ചില പ്രത്യേകതകൾ കൽപ്പിക്കും. അത് നമുക്ക് വളരെയധികം പരലോകത്ത് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. മാമിൻ അയ്യാമിൽ ഒരു ദിവസവും തന്നെയല്ല, ഈ അയ്യാമു അഷർ ദിൽഹിജയേക്കാളും അള്ളാഹുവിന് അമൽ സ്വാലിഹാത്തുകൾ ഏറ്റവും ഇഷ്ടമായ മറ്റൊരു നാളുമില്ല എന്നാണ്. റമദാനിലെ അവസാനത്തെ 10 ഒഴിച്ച് നിർത്തിയാൽ അതിൽ ലൈലത്തുൽ ഖദർ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യ ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും തഹ്ലീലുകൾക്കും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ പോലുള്ള ദിക്റുകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സന്ദർഭമാണിത്. മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മൾ ദുൽഹജ്ജ് 1 മുതൽ തന്നെ ഈ അയ്യാമു തശ്രീഖ് ദുൽഹജ്ജ് 13 വരെയുള്ള ദിനങ്ങളിൽ നമുക്ക് നിരന്തരം തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാൻ അനുവാദമുള്ളതാണ്. നമ്മൾ തക്ബീറുകളെ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയവുമാണ്. ധാരാളം പുണ്യകർമ്മങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, നിസ്കാരം, അത് ജമാഅത്തായി നിർവഹിക്കുക, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് വളരെയധികം പ്രതിഫലം കിട്ടും. നോമ്പ് നമുക്ക് എത്രയും നോൽക്കാം. സാധാരണഗതിയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടും നോമ്പെടുക്കാൻ പറ്റും. പിന്നെ അറഫൻ്റെ നോമ്പ്, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. വിശുദ്ധ ഖുർആൻ്റെ പാരായണങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. ധാരാളമായി നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽപ്പെട്ട് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉളുഹിയത്ത് നമ്മൾ ആ ദിവസം ദുൽഹജ്ജ് 10 നമ്മൾ നിർവഹിക്കുന്നു. അപ്പോൾ പരമാവധി നമ്മൾ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള നല്ലൊരു സമയമായിക്കൊണ്ട് നമ്മളിത് ഉപയോഗപ്പെടുത്താം. വിശുദ്ധ ഖുർആനിൽ ഇതിൻ്റെ സൂചനയായിട്ടാണ് വൽ ഫജ്രി വലയാലിൻ അഷർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികളും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത്. ഈ 10 രാത്രികളെക്കുറിച്ചാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധന്യമായിട്ടുള്ള ഈ 10 ദിനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മളെല്ലാവരും പരമാവധി ജാഗ്രതയും പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അള്ളാഹു ഈ ദിനങ്ങളെ ഏറ്റവും കർമ്മങ്ങളെക്കൊണ്ടും പ്രവർത്തനങ്ങളെക്കൊണ്ടും സൽക്കർമ്മങ്ങളെക്കൊണ്ടും ഏറ്റവും ധന്യമാക്കുന്നൊരവസ്ഥ ഉണ്ടാകട്ടെ. അതിൻ്റെ ഒരു മഹത്വം പറയുമ്പോൾ അത് ജിഹാദിനേക്കാളും പുണ്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ എത്രമാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദിച്ചു. അപ്പോൾ തൻ്റെ ധനവും ജീവനും എല്ലാം നഷ്ടപ്പെട്ട് വരുന്നൊരു യോദ്ധാവ്, അയാൾക്കുള്ള പ്രതിഫലം ഉണ്ടാവില്ല, പക്ഷേ എന്തായാലും അതിന് താഴെയുള്ള പ്രതിഫലം, ഒരു ജിഹാദിൻ്റെ പ്രതിഫലം വരെ ലഭിക്കുന്ന പുണ്യ ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പരമാവധി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.